Dear God, Dear God, thank you for the blessing of a new day. As I rise, fill me with your peace and strength. Guide my thoughts, words, and actions so that they reflect your love. Keep me mindful of your presence and help me to trust in your plans. May today be filled with opportunities to serve you and others. Amen. Ma'am, signing. Good morning, everyone. Welcome to our today's class. Today's event promises us an engaging and enlightening experience for all of us. Let's open our minds and hearts to new ideas as we come together to learn new facts and share knowledge. I would like to warmly welcome our facilitator, Ms. Aparna ma'am, and all my dear friends. Let us take advantage of this opportunity to grow and learn together. Thank you. Ma'am, thought of the day. Today is your opportunity to build the tomorrow you want. Okay, thank you all. Good morning. So, I know നമ്മളെ എന്താ പറയാ എന്നെ ഒന്ന് ചെയ്ത് അല്ലെങ്കിൽ എന്നെ വിളിച്ച പേര് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഫെസിലിറ്റേറ്റർ. അതാണ് നിങ്ങളാവാനായിട്ട് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് വന്നിരിക്കുന്നത്. എല്ലാവരും ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു മാസമാണ്, ഒരു 7 months ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും ആരായിട്ട് മാറും? മോണ്ടിസോറി ഫെസിലിറ്റേഴ്സ് ആയിട്ട് മാറും. ഓക്കെ, ദെൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. റെക്കോർഡ് ഓൺ ആണോ എന്ന് നോക്കിയിട്ട് വേണം സംസാരിക്കാനായിട്ട്. കാരണം നിങ്ങൾ സംസാരിക്കുമ്പോൾ റെക്കോർഡ് കൂടി ഓൺ ആണെങ്കിൽ അത് എന്താ പറയാ, റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് അത് ശ്രദ്ധയിൽ വരും. ഓക്കെ, പിന്നെ റെക്കോർഡ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ടീച്ചർ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രെയർ, സൈൻ ഇൻ, തോട്ട് ഓഫ് ദ ഡേ ഒക്കെ പറഞ്ഞ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അതിന്റെ ഫ്രീഡം ഉണ്ട്. ഓക്കെ അല്ലേ? അല്ലടാ, ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടാ. ഞാൻ പെട്ടെന്ന് റെക്കോർഡ് ഓൺ ആക്കി. ഞാൻ ആ ടൈം ആക്കിയിട്ട് റെക്കോർഡ് ഓൺ ആക്കി. ജസ്റ്റ് ഒരു സെക്കൻഡ് ഞാൻ ഓൺ ആക്കാൻ വൈകിയിരുന്നെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ട് ഓൺ ആക്കായിരുന്നു. ഞാൻ ഇനി അങ്ങനെ റെക്കോർഡ് ഓൺ ആക്കാന്ന് പറഞ്ഞിട്ടേ ഓൺ ആക്കുള്ളൂ. റെക്കോർഡ് ഓൺ ആക്കാന്ന് പറയുമ്പോഴേക്കും എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കണം. ഓക്കെ ഓക്കെ, അതിക്ക് മുമ്പ് സംസാരിച്ചോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തോ, കാരണം ആരാണ് സൈൻ ഇൻ തോട്ട് ഓഫ് ദ ഡേ എന്നുള്ളതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തോ, അതൊന്നും പ്രശ്നമില്ല. ഓക്കെ, അപ്പോ ആ പ്ലാനിംഗ് ഒക്കെ വേണം കേട്ടോ. കാരണം നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന, നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, കോർഡിനേറ്റ് ചെയ്യുന്നത് പെർഫെക്റ്റ് ആണ്. അതിന് ചെയ്ത ജോബ് ഇപ്പൊ ആരാണ് സൈൻ ഇൻ പ്രയർ പറയാനുള്ളത് എന്ന് ചോദിച്ചത് ആളില്ലെങ്കിൽ ഞാൻ പറയണോ എന്ന് അതിന് വേണ്ടിയിട്ടല്ലേ എന്നെ ചോദിച്ചത്? യെസ് മാം, പ്രയർ ആക്ച്വലി സ്വപ്ന ചേച്ചി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചേച്ചി ജോയിൻ ആയിട്ടില്ല, അതുകൊണ്ടായിരുന്നു ഒന്ന് കൺഫേം ചെയ്ത്. ഓക്കെ, അപ്പൊ അതൊക്കെ നല്ല കാര്യമാണ്, കാരണം നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യണം. പക്ഷെ ഞാൻ പെട്ടെന്ന് റെക്കോർഡ് കൂടി ഓൺ ആക്കി കഴിഞ്ഞപ്പോ ചിലപ്പോ അതായിരിക്കും ആദ്യം കേൾക്കുന്നത്, ക്ലാസ് ഓൺ ആക്കുമ്പോൾ കുട്ടികൾ കേൾക്കുന്നത്. അതുകൊണ്ടാണ് അത് ഞാൻ കട്ട് ചെയ്തു, റെക്കോർഡ് കട്ട് ചെയ്തു, വീണ്ടും ഓൺ ആക്കാണ് ചെയ്തത്. റെക്കോർഡ് ഓൺ ആക്കി കഴിഞ്ഞ് സംസാരിക്കാൻ പാടില്ല. റെക്കോർഡ് ഓൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഫ്രീഡം ഉണ്ട്, സംസാരിച്ചോ. ഓക്കെ, റെക്കോർഡ് ഓൺ അല്ലെങ്കിൽ ടീച്ചർ വന്നിട്ടില്ല എന്നർത്ഥം. അപ്പൊ അത്രയും സമയം നിങ്ങൾ സംസാരിക്കുക ചെയ്യുക. റെക്കോർഡ് ഓൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ടീച്ചർ ക്യാമറ ഓൺ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈൻ ഇൻ, തോട്ട് ഓഫ് ദ ഡേയും എന്താ പറയാ, പ്രെയർ ഒക്കെ പറയാം. ഓക്കെ അല്ലേ? നമുക്ക് അത്രയും ടൈം ലാഗ് വരില്ല. നിങ്ങളെ ക്ലാസ് ആണ്, ഇപ്പൊ ഒരാൾ കോർഡിനേറ്റ് ചെയ്യാം. പിന്നെ ഇപ്പോ ആരാണ് സൈൻ ഇൻ തോട്ട് ഓഫ് ദ ഡേ പ്രെയർ പറയേണ്ടത് എന്നത് നമ്മുടെ ക്ലാസ്സിൽ ഓരോ കുട്ടികളും ഇപ്പൊ 9 എന്ന് ചെയ്യുകയാണെങ്കിൽ അതിന് നെക്സ്റ്റ് ഡേ ചെയ്യാം. പിന്നെ 5 നെക്സ്റ്റ് ഡേ ചെയ്യാം. അപ്പൊ ഓരോരുത്തരും മാറി മാറി കോർഡിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു ബോർഡർ ഉണ്ടാവില്ല, ബോറടിക്കില്ല. നിങ്ങൾ എല്ലാവർക്കും ഒരു അവസരം കൂടി കിട്ടും കോർഡിനേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, എന്തായാലും ഒന്ന് തമ്പായിക്കാത്തെ, ഞാൻ വഴക്കാ പറഞ്ഞത് നിങ്ങളെ? നോ മാം, ഞങ്ങൾ ആക്ച്വലി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, 4 പേരായിട്ട്. അപ്പൊ ആ 4 ഗ്രൂപ്പായിരിക്കും ആ ഒരു വീക്കിലുള്ള സൈൻ ഇൻ, സൈൻ ഔട്ട്, തോട്ട് ഓഫ് ദ ഡേ, പ്രയർ എല്ലാം പറയേണ്ടത്.
അപ്പൊ ഇന്നിപ്പോ ഞങ്ങളുടെ ഗ്രൂപ്പാണ്, അപ്പൊ അതുകൊണ്ടായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഫസ്റ്റ് ജോയിൻ ആയപ്പോ. ഓക്കെ. നമ്മള് ഡിസ്കസ് ചെയ്തിരുന്ന ചാപ്റ്റർ ഏതായിരുന്നു? ചൈൽഡ് വെൽഫെയർ ആണോ? മാം ഇന്ന് സെമിനാർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ചൈൽഡ് വെൽഫെയർ എന്നല്ലേ? ആ, എൻഡോസൾഫാൻ ട്രാജഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ. നമ്മള് ഫിസിക്കൽ ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന ആ ഒരു സെഷനിൽ നിന്നായിരുന്നു സെമിനാർ പറഞ്ഞല്ലേ? ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ആ പേര്, ഒന്ന് നോക്കട്ടെ കേട്ടോ. സെമിനാറിന്റെ നെയിംസ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറിഞ്ഞിട്ട് ഓക്കെ. MT20 എൻഡോസൾഫാൻ അല്ലേ? എൻഡോസൾഫാനെ കുറിച്ചിട്ട് ആരായിരുന്നു സെമിനാർ എടുക്കാന്ന് പറഞ്ഞിരിക്കണേ? സണ്ണി? ഞാനുണ്ട്, താര, വേറെ രണ്ടുപേരുണ്ട്. ഓക്കെ. താര. മിസ്, എൻഡോസൾഫാനും പിന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ചും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം സമയവും ഇല്ല, ഇത് ഒത്തിരി ഒരാൾ തന്നെ ചെയ്യുന്ന രണ്ടെണ്ണം മോശമല്ല. അതുകൊണ്ട് ഞാൻ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഓർഡറിലാണ് വിളിക്കുന്നത്. എൻഡോസൾഫാൻ, രേവതി, താര, ജ്യോതി, ജുബി. എന്തോടെ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇൻസിഡന്റ് എൻഡോസൾഫാൻ ആണ്. ഓക്കെ ഓക്കെ. ആരൊക്കെയാണോ ഉള്ളത് ഇതില്? രേവതി ഉണ്ടോ? മിസ്സേ, ഒരു കാര്യം ചോദിക്കട്ടെ? താരയുണ്ട്. പറഞ്ഞോടാ ജോസ്റ്റി. മിസ്സേ, ഇപ്പൊ ഇതില് സെമിനാറിൽ ഹസീന പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടിക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ പറഞ്ഞു. അപ്പൊ അടുത്ത മൺഡേ എടുത്താൽ മതിയോ? മിസ്സിനോടൊന്ന് ചോദിക്കാൻ. ഇല്ലടാ, കുഴപ്പമില്ല. നമ്മുടെ ടോപ്പിക് ഒന്ന് കവർ ആവണമെന്നുള്ളൂ. അതിപ്പോ നെക്സ്റ്റ് വേറെ ഏതെങ്കിലും സെമിനാർ വരികയാണെങ്കിൽ അത് ആ സമയത്ത് എടുത്താൽ മതിയടാ. കുട്ടിക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ പോയത് കാരണാണെന്ന് പറഞ്ഞേ. ഓക്കെ, കുഴപ്പമില്ലടാ, അത് കുഴപ്പമില്ലട്ടാ. ഓക്കെ മിസ്, താങ്ക് യു. താരം. ഓക്കെ, പ്രസന്റ് ചെയ്തോട്ടാടാ. Endosulfan tragedy. A series of health problems occurred in Kerala, India, following the use of the pesticides endosulfan, which was sprayed aerially in cashew orchards in Kasaragod district of Kerala to control such as the mosquitoes bugs. എൻഡോസൾഫാൻ എന്ന കീടനാശിനി ഉപയോഗിച്ചതിനെ തുടർന്ന് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ സംഭവിച്ച ആരോഗ്യ പ്രശ്നങ്ങളുടെ പരമ്പരയാണ് കേരളത്തിലെ എൻഡോസൾഫാൻ ദുരന്തം. ടീ മൊസ്കിറ്റോ ബഗ് പോലുള്ള കീടങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കാസർഗോഡ് ജില്ലയിലെ ഒരു കശുമാവിൻ തോട്ടത്തിൽ എൻഡോസൾഫാൻ ആകാശത്തു നിന്നും തളിക്കപ്പെട്ടു. 1970-കൾ മുതൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് ഇത് തളിച്ചത്. പതിറ്റാണ്ടുകളോളം തുടർച്ചയായി ഇത് തളിച്ചതിന്റെ ഫലമായി ഇത് മണ്ണിലും വെള്ളത്തിലും വായുവിലും കലർന്ന് ഇവിടുത്തെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ പൂർണ്ണമായും തകർന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ. ജന്മവൈകല്യങ്ങൾ. കുട്ടികളിൽ ശാരീരികവും മാനസികവുമായ വൈകല്യങ്ങൾ ഉണ്ടായി. അതുപോലെ ക്യാൻസർ, വന്ധ്യത, തൈറോയിഡ് പ്രശ്നങ്ങൾ, ചർമ്മരോഗങ്ങൾ, മസ്തിഷ്ക വൈകല്യങ്ങൾ എന്നിവ കാണപ്പെടാൻ തുടങ്ങി. സ്ത്രീകളിൽ ഗർഭചിത്രം, ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാൻ തുടങ്ങി. 1990-കളുടെ മധ്യത്തിൽ ജനകീയ പ്രതിഷേധം ആരംഭിച്ചു. തുടർന്ന് കേരളത്തിൽ 2003-ൽ നിരോധനം ഏർപ്പെടുത്തി. ശേഷം 2011-ൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ ഇത് പൂർണ്ണമായി നിരോധിച്ചു. ഇപ്പോഴും ആയിരക്കണക്കിന് ഇരകൾ ചികിത്സയും സഹായവും ലഭിക്കാതെ കഷ്ടപ്പെടുന്നുണ്ട്. കൺക്ലൂഷൻ. എൻഡോസൾഫാൻ ദുരന്തം മനുഷ്യനിർമ്മിത ദുരന്തങ്ങളിൽ ഏറ്റവും വലുതാണ്. ഇരകൾക്ക് ആവശ്യമായ മതിയായ നഷ്ടപരിഹാരവും ചികിത്സയും ഇനിയും ഉറപ്പാക്കേണ്ടതുണ്ട്. താങ്ക് യു. ഓക്കെ, വേറെ ആരെങ്കിലും എൻഡോസൾഫാൻ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്?
അനിയൻ പ്രസന്റ് ആണോ? ആരെ കൂടാതെ? ഓക്കെ, നമുക്ക് ലാസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രസന്റ് ചെയ്യാം കേട്ടോ. ഭോപ്പാൽ ഭോപ്പാൽ ട്രാജഡി. പ്രിയ, ഷീന ഇല്ല, ശ്രീനിക് കുഴപ്പമില്ല. ഇനി ഹെലൻ കെല്ലറിനെ കുറിച്ച് ആരാ പറയാൻ പറഞ്ഞിരിക്കണേ? നികിത, നികിത പ്രിപ്പയർഡ് ആണ് ആടാ? നികിത, അനു പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഞാൻ വോയിസ് എങ്ങനെ ബ്രേക്ക് ആണെന്ന്. ഭോപ്പാൽ കുറച്ചൊരു എടുത്തോടാ. അപ്പൊ ഞാൻ പറയട്ടെ. പ്രസന്റ് ചെയ്തോടാ. ആ ഹെലൻ കെല്ലർ, a symbol of courage and determination. കേക്കാവോ മിസ്? ഓക്കെ, കേക്കാം. 1 മിനിറ്റ് അനു. ഒരു മിനിറ്റ്. നികിത എന്താ പ്രസന്റ് മിസ്സേ? ചെയ്തോട്ടെ. അല്ല, നികിത ഫസ്റ്റ് പ്രസന്റ് ചെയ്തോട്ടെ, ഞാൻ അനുവിനെ പിൻ ചെയ്ത്. സോറി. ഞാൻ പറയട്ടെ. അതിജീവനത്തിന്റെ വിസ്മയം. ഹെലൻ കെല്ലറിനെ കുറിച്ച് പറയുമ്പോൾ അതിജീവനത്തിന്റെ വിസ്മയമാണ്. ഹെലൻ കെല്ലർ വാസ് എ അമേരിക്കൻ author, disability rights advocate, and lecturer. She is one of the most inspiring figure in history, showing that physical disability are not barriers to success. ലോകപ്രശസ്തമായ അമേരിക്കൻ എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായിരുന്നു ഹെലൻ കെല്ലർ. ശാരീരികമായ വെല്ലുവിളികൾ വിജയത്തിന് തടസ്സമല്ലെന്ന് സ്വന്തം ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് അവർ. ഏർലി ലൈഫിൽ ആദ്യകാല ജീവിതം ബോൺ ഇൻ 1880 in Alabama. She lost her sight and hearing at the age of 9 months due to the illness. For years she lives in a world of silence and darkness. 1880 അലബാമയിലാണ് അവർ ജനിച്ചത്. 19 മാസം പ്രായമുള്ളപ്പോൾ ബാധിച്ച ഒരു കഠിനമായ പനി മൂലം അവർക്ക് കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെട്ടു. വർഷങ്ങളോളം നിശബ്ദതയുടെ ഇരുട്ടിന്റെ ലോകത്തായിരുന്നു അവർ. റോൾ ഓഫ് ആനി സാൽവിൻ. The turning point of her life was meeting her teacher, Annie Sullivan. Annie taught Helen to communicate by spelling words into her hands. The first word Helen understood was water. That was the moment Helen realized that everything in this world has name. ഹെലന്റെ ജീവിതത്തിലെ വഴിത്തിരിവ് ആനി സാൽവിൻ എന്ന അധ്യാപകയുടെ വരവായിരുന്നു. കൈവെള്ളയിൽ അക്ഷരങ്ങൾ എഴുതിക്കൊണ്ടാണ് ആനി ഹെലനെ ആശയവിനിമയം നടത്താൻ പഠിപ്പിച്ചത്. ഹെലൻ ആദ്യം തിരിച്ചറിഞ്ഞ വാക്ക് വാട്ടർ, വെള്ളം ആയിരുന്നു. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഓരോ പേരുണ്ടെന്ന് ഹെലൻ തിരിച്ചറിഞ്ഞ നിമിഷം അതായിരുന്നു. എഡ്യൂക്കേഷനും അച്ചീവ്മെന്റ്സും, വിദ്യാഭ്യാസവും നേട്ടങ്ങളും.
Despite her challenges, she graduated from Radcliffe College, becoming the first deaf-blind person to earn a Bachelor of Art degree. She wrote many books, including her autograph, The Story of My Life. പരിമിതികളെ അതിജീവിച്ച് അവർ റോഡ്ക്ലിഫ് കോളേജിൽ നിന്ന് ബിരുദം നേടി. ബിരുദം നേടുന്ന ആദ്യത്തെ അന്ധയും ബധിരയുമായ വ്യക്തിയായിരുന്നു അവർ. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങൾ അവർ രചിച്ചിരുന്നു. ചൈൽഡ് വെൽഫെയർ ആൻഡ് സോഷ്യൽ വർക്ക്. In the conduct of child welfare, Helen Keller advocated for the rights of disability children. She believed that with the right education and support, every child can reach their full potential. ശിശുക്ഷേമ മേഖലയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അവകാശങ്ങൾക്കായി അവർ പോരാടി. ശരിയായ വിദ്യാഭ്യാസവും പിന്തുണയും നൽകിയാൽ ഏതൊരു കുട്ടിക്കും തന്റെ കഴിവുകൾ തെളിയിക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. Helen Keller's life teach us the importance of patience, hard work, and the role of a great teacher. She provided that the only things worse than being blind and his sight but no vision. ക്ഷമ, കഠിനാധ്വാനം, ഒരു നല്ല അധ്യാപകരുടെ സ്വാധീനം എന്നിവയുടെ പ്രാധാന്യമാണ് ഹെലൻ കെല്ലറുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. കാഴ്ചയില്ലാത്തതിനേക്കാൾ ഭയാനകമാണ് കാഴ്ചയുണ്ടായിട്ടും ലക്ഷ്യബോധമില്ലാത്തതെന്ന് അവർ തെളിയിച്ചു. ഹലോ, കേക്കാടാ. കേട്ടോ. അനു യെസ് മാം. ഇതോടാ. ഗുഡ് മോർണിംഗ് എവ്രിവൺ. ഇന്ന് ഹെലൻ കെല്ലറെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. സോ ഹെലൻ കെല്ലർ നമുക്ക് എല്ലാ തരത്തിലുള്ള സെൻസ് ഓർഗാൻസും ഉണ്ട്. നമുക്ക് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. ഒരാളെ ടച്ച് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ടച്ച് ചെയ്താൽ നമുക്കത് അറിയാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും, എല്ലാം പറ്റും. ഇതിലെ നമ്മൾ പല ന്യൂസിലും കാണുന്ന ഒരു സംഭവമാണ് കാഴ്ച പരിമിതിയുള്ള ഒരാൾ ഇന്ന കാര്യം ചെയ്തു, അല്ലെങ്കിൽ ഡെഫ് ആയിട്ടുള്ള ഒരാൾ ഇന്ന കാര്യം ചെയ്തു, സംസാരിക്കാൻ പറ്റാത്ത ഒരാൾ ഇന്ന കാര്യം ചെയ്തു. ഇപ്പൊ നമുക്ക് ഈ ഒരു സെഞ്ചുറിയിൽ ഇതൊക്കെ നമ്മൾക്ക് കേട്ട് പരിചിതമായ വാക്കുകളാണ്. അല്ലെങ്കിൽ ഈ ഒരു സെഞ്ചുറിയിൽ അവർക്ക് അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പല ടെക്നോളജീസും അവൈലബിൾ ആണ്. പക്ഷെ 19th സെഞ്ചുറിയിൽ നമുക്ക് കേൾക്കാനും പറ്റില്ല, അതേപോലെ തന്നെ കാണാനും പറ്റില്ല. അങ്ങനെ ഒരാളായിരുന്നു ഹെലൻ കെല്ലർ. അതുകൊണ്ടാണ് ഹെലൻ കെല്ലറെ നമ്മളൊരു ഈ ഒരു കാര്യത്തിൽ ഒരു ഡെഫ് ആൻഡ് ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ഐക്കൺ ആയിട്ട് നമ്മൾ ഹെലൻ കെല്ലറെ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം ഒന്ന് 19th സെഞ്ചുറിയിലായിരുന്നു അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് കാണാതെയും കേൾക്കാതെയും പറ്റാത്ത ഒരു കുട്ടി ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ഇപ്പോഴും ഈ ഒരു സെഞ്ചുറിയിൽ പോലും ലോകത്തിലുള്ളവർക്ക് അത് അതിശയമായി തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഹെലൻ കെല്ലർ എന്നൊരാളുടെ ഒരു ആത്മവിശ്വാസവും അവർക്ക് ഉണ്ടായിരുന്ന ആ ഒരു ടാലന്റും തന്നെയാണ്. ഹെലൻ കെല്ലർ അലാബാമ സിറ്റിയിലാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. 1980 ജൂൺ 27 ജനിച്ചിട്ടുണ്ടായിരുന്നത്. അലാബാമ യുഎസിന്റെ ഒരു സിറ്റിയാണ് അലാബാമ എന്നുള്ളത്. ഇപ്പൊ അവര് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഓത്തറാണ്, അതേപോലെ തന്നെ ആക്ടിവിസ്റ്റ് ആണ്. ഹെലൻ കെല്ലർ ആദ്യത്തെ ഒരു 18 മാസം ജനിച്ച് ആദ്യത്തെ ഒരു 18 മാസം നമ്മളെല്ലാവരും എങ്ങനെയാണോ അതേപോലെ തന്നെയുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു, ഒരു കുട്ടിയായിരുന്നു, ഒരു ചൈൽഡ് ആയിരുന്നു ഹെലൻ കെല്ലർ. ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു കുട്ടി തന്നെയായിരുന്നു. പക്ഷെ 18 മാസം ആയ സമയത്ത് ഹെലൻ കെല്ലറിന് വയറിന് ഒരു അസുഖം വന്നിട്ടുണ്ടായിരുന്നു. വയറിനായിരുന്നു ഒരു ഇൻഫെക്ഷൻ ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അത് പിന്നീട് പനിയാവുകയും ആ പനി കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നത്. ഹെലൻ കെല്ലർ മരിച്ചു പോകും എന്ന് തന്നെ ഡോക്ടേഴ്സ് വിധി എഴുതിയ ഒരു കുട്ടിയായിരുന്നു ഹെലൻ കെല്ലർ എന്നുള്ളത്. പക്ഷെ പിന്നീട് ആഴ്ചകൾ നീണ്ട
നീണ്ട അവരുടെ ഒരു പരിശ്രമത്തിനൊടുവിൽ ഹെലൻ കെല്ലർ തിരിച്ച് ജീവിതത്തിലോട്ട് വരികയാണ്. പക്ഷെ തിരിച്ച് ജീവിതത്തിലോട്ട് വരുന്ന സമയത്ത് അതിന് മുന്നേ അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതേപോലെയല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആവുകയാണ്. ബിക്കോസ് ആ അസുഖത്തിൽ നിന്നും പുറത്ത് വന്ന സമയത്ത് അവരുടെ കാഴ്ചശക്തിയും അതേപോലെ തന്നെ കേൾവി ശക്തിയും ഇത് രണ്ടും ഇല്ലാതാവുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെലൻ കെല്ലറിന്റെ ആത്മകഥ പറയുന്ന ഒരു ബുക്കുണ്ട്, ഇതാണ് ആ ബുക്ക്, ഹെലൻ കെല്ലറിന്റെ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. അപ്പൊ ഈ ബുക്കിൽ ഹെലൻ കെല്ലർ പറയുന്ന ഒരു കാര്യമുണ്ട്. ആദ്യത്തെ, അതായത് ഈ 18 മാസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി വീട്ടിലെത്തിയ ശേഷം ഹെലൻ കെല്ലറിന് ആദ്യം തോന്നിയത് ഇത് രാത്രിയാണ് എന്നാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇനി നേരം വെളുക്കാത്തത്, എന്തുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ രാത്രിയായി ഇരിക്കുന്നത് എന്നാണ് ഹെലൻ കെല്ലറിന് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് വളർന്നു വരുമ്പോൾ തനിക്ക് നേരത്തെ കാണാൻ പറ്റുമായിരുന്നു, കേൾക്കാൻ പറ്റുമായിരുന്നു എന്നൊരു ഓർമ്മ തന്നെ ഹെലന് ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു താൻ കണ്ടത്, എന്തായിരുന്നു താൻ കേട്ടുകൊണ്ടിരുന്നത് എന്നൊന്നും തന്നെ ഹെലന് അറിയുന്നുണ്ടായിരുന്നില്ല. തന്റെ എല്ലാ കാര്യങ്ങളും ഹെലൻ ടച്ചിലൂടെ ആയിരുന്നു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. അമ്മേനെ ടച്ച് ചെയ്ത് നോക്കും, വീട്ടിലുള്ള സാധനങ്ങളെ ടച്ച് ചെയ്ത് നോക്കും, ആ ടച്ച് എന്നുള്ളൊരു ഇതിലായിരുന്നു എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. തനിക്ക് എന്ത് തോന്നുകയാണെങ്കിലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വിശക്കാണെന്ന് വിചാരിച്ചോളൂ, ഹെലന് വിശക്കാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ വിശക്കാണ്, നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ കുഞ്ഞിനോട് ചോദിക്കും അല്ലെ വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കും, കുട്ടി റെസ്പോണ്ട് ചെയ്യും, കാരണം കുട്ടി കേൾക്കുന്നുണ്ട് നമ്മൾ പറയുന്നത്. ഇനിയിപ്പോ കുട്ടി കേൾക്കുന്നില്ല, കാണുകയാണ് ചെയ്യുന്നതെങ്കിലും നമ്മുടെ ലിപ് മൂവ്മെന്റ് വെച്ച് കുട്ടിക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും നമ്മൾ ചോദിക്കുന്നത് വിശക്കുന്നുണ്ടോ എന്നാണെന്നുള്ളത്. ബട്ട് ഹെലനെ സംബന്ധിച്ചിടത്തോളം ഹെലന് കാണാനും പറ്റില്ല, കേൾക്കാനും പറ്റില്ല. അപ്പൊ ഹെലന് വിശക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കാനായിട്ട് ഹെലന്റെ അമ്മയ്ക്കും ഒരു മാർഗമില്ല, തനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയാനായിട്ട് ഹെലനും ഒരു മാർഗമില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ജീവിച്ച ഒരു കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭയങ്കര എന്താ പറയാ, നമുക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഹെലന്റെ ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്നത്. ആർക്കും ഹെലനെ ഒന്ന് പിടിച്ചൊരു ഭാഗത്ത് ഇരുത്താനോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യിപ്പിക്കാനോ ഹെലനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹെലനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനായിട്ട് മറ്റുള്ളവരെ കൊണ്ടും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. തന്റെ അമ്മ മാത്രമേ ഹെലനെ ടച്ച് ചെയ്യാൻ പാടൂ. വേറെ ആരെങ്കിലും ഹെലനെ ടച്ച് ചെയ്താൽ ഹെലൻ ഭയങ്കര വയലന്റ് ആയിട്ടായിരുന്നു ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് ഹെലന്റെ അമ്മ ഇതേപോലെ തന്നെ ഡെഫ് ആൻഡ് ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഒരു ബുക്ക് വായിക്കായിരുന്നു. അവരെ കുറിച്ച് റിസർച്ച് ചെയ്ത ഒരു ബുക്ക് വായിക്കുകയും ആ ബുക്ക് വായിച്ചിട്ട് അവർക്ക് അറിയാവുന്ന ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഹെലൻ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ട്, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ ഉണ്ടല്ലോ, അദ്ദേഹം ഈ കേൾവി പരിമിതർക്ക് വേണ്ടിയിട്ട് ഒരു റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ഡോക്ടർ നേരെ അവരെ ഹെലന്റെ പാരന്റ്സിനെ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരെ പോയി കാണും, അവർ നിങ്ങൾക്ക് വേണ്ട സജഷൻ തരും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരെ പോയി അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിനെ കണ്ടു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പാർക്കിൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ ബ്ലൈൻഡ് അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ തന്നെ നേരത്തെ പഠിച്ച ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു നോക്കാം, ഹെലനെ നോക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു നോക്കാം എന്നായിരുന്നു ഗ്രഹാം ബെല്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ കുട്ടി മറ്റായിരുന്നല്ല, ഇപ്പോ ഈ സ്റ്റുഡന്റ് എങ്ങനെയാണ്, ഹെലൻ കെല്ലർ എന്ന സ്റ്റുഡന്റ് എങ്ങനെയാണോ ഫേമസ് ആയിരുന്നത് അതേപോലെ തന്നെ ഹെലന്റെ ടീച്ചറും ഇപ്പൊ ഫേമസ് ആണ്. ടീച്ചറിന്റെ പേര് ആനി സുലൈവൻ എന്നുള്ളതാണ്. ആനി സുലൈവന്റെ കാര്യം പറയുകയാണെങ്കിൽ അവരും ബ്ലൈൻഡ് ആയിരുന്നു. പിന്നീട് ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടാണ് അവർക്കും കാഴ്ചശക്തി തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാഴ്ചശക്തി ഇല്ലാത്ത ഒരാളുടെ ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് മറ്റാരേക്കാളും മനസ്സിലാക്കിയിരുന്ന ഒരാളായിരുന്നു ആനി സുലൈവൻ. അപ്പൊ അവരെ ഈ ജോലി ഏൽപ്പിക്കുന്ന സമയത്ത് ആനി സുലൈവൻ ആദ്യമായിട്ട് ഹെലന്റെ വീട്ടിലേക്ക് പോയ ദിവസത്തെ ആനി സുലൈവൻ തന്നെ കുറിച്ചിരിക്കുന്നത് എന്റെ ആത്മാവിന്റെ പിറന്നാൾ എന്നാണ് കുറിച്ചിട്ടുള്ളത്. അതായത് തനിക്ക് വേണ്ടി ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് വരും, ആ കുഞ്ഞിനെ പരിചരിക്കാൻ തനിക്ക് കിട്ടിയ ഒരു അവസരത്തെയും അത്രയും ഭംഗിയായിട്ടായിരുന്നു ആനി സുലൈവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആനി സുലൈവൻ എത്തി. പക്ഷെ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു വാം വെൽക്കം ആയിരുന്നില്ല ആനി സുലൈവൻ ആ വീട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. തന്റെ വീട്ടിലുള്ള ആൾക്കാരല്ലാതെ വേറൊരാള് പുതിയതായി വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രസൻസ് കൊണ്ട് മനസ്സിലാക്കിയ ഹെലൻ ആനി സുലൈവനെ ഭയങ്കര എന്താ പറയാ, ഒരു അനിമലൊക്കെ എങ്ങനെയാണോ ഒരാളെ അറ്റാക്ക് ചെയ്യുക ആ രീതിയിലായിരുന്നു ആനി സുലൈവനെ ആദ്യം ഹെലൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആനി സുലൈവനും അതേപോലെ ഹെലനെ കണ്ട സമയത്ത് ഒരു കുട്ടി എന്നൊരു ഫീലേ അല്ലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കാരണം മുടിയൊക്കെ കട്ട പിടിച്ച് ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ കീറിപ്പറഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആ സമയത്ത് ഹെലനൊന്നും ഭക്ഷണം കൊടുക്കാൻ പോലും ഹെലന്റെ വീട്ടിൽ വർക്ക് ചെയ്യുന്നവർ റെഡി ആയിരുന്നില്ല. ബിക്കോസ് നമ്മളിങ്ങനെ കുറേ ഒരു ഡൈനിങ് ടേബിൾ ഫുള്ളും ഇങ്ങനെ ഭക്ഷണം നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഹെലൻ എന്തേന്ന് പറഞ്ഞാൽ ഹെലൻ എല്ലാ പ്ലേറ്റിൽ നിന്നും കഴിക്കും, കുറെ വലിച്ചെറിയും, കുറെ പ്ലേറ്റ് പൊട്ടിച്ചെറിയും. അങ്ങനെ നമുക്ക് ഒട്ടും ഒരു കുട്ടിക്ക് എങ്ങനെ നമ്മളിങ്ങനെ ഇരുന്ന ഒരു ഭാഗത്ത് ഫീഡ് ചെയ്യല്ലേ ചെയ്യുക, അതേപോലെ ആയിരുന്നില്ല ഹെലൻ. ഹെലൻ എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്യും, എല്ലാ ഫുഡും തുപ്പിക്കളയും, എല്ലാ പ്ലേറ്റും വലിച്ചെറിയും. അങ്ങനെ ഭയങ്കര ഒരു ഹാഷ് ബിഹേവിയർ ആയിരുന്നു ആ കുട്ടിയുടെ അടുത്ത് ഉണ്ടായിരുന്നത്. എന്താ ചെയ്യാൻ പറ്റുക അറിയാതെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ആനി സുലൈവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരുന്നെങ്കിലും പിന്നീട് അവർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഓരോരോ വേർഡ്സും, അതായത് ഇവർ ഹെലന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാവ ഗിഫ്റ്റ് ആയി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പാവ ഹെലനെ ഏൽപ്പിച്ചിട്ട് അവര് ഹെലന്റെ കയ്യിൽ ആ വേർഡ്, പാവനെ നമ്മൾ
നമ്മൾ ഡോൾ എന്നാണല്ലോ പറയാ. ഡോളിന് സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് തന്റെ ഫിംഗർ യൂസ് ചെയ്ത് ഹെലന്റെ കയ്യിൽ ടാപ്പ് ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫോർ എക്സാമ്പിൾ ഡി എന്ന ലെറ്ററിനെ നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുക. ഡി, ഇതാണ് ഡി, ഇതാണ് ഒ. സോ ഡി എന്ന് പറയുമ്പോൾ ആ ലെറ്റർ ഏതാണോ, ഇതാണ് ഡി എങ്കിൽ ആ ഡീനെ ഇങ്ങനെ ടാപ്പ് ചെയ്യും, ഹെലന്റെ കയ്യിൽ ഇങ്ങനെ ടാപ്പ് ചെയ്യും. അപ്പൊ ഹെലൻ എന്താണെന്ന് പറഞ്ഞാൽ തന്റെ കയ്യിൽ ആരോ ടാപ്പ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്താണ് അത് എന്നുള്ളത് ഹെലന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് കാണുമില്ല കേൾക്കുമില്ല, തന്റെ ചുറ്റിലും കുറെ സാധനങ്ങളുണ്ട്, ആ സാധനങ്ങൾക്കെല്ലാം ഓരോരോ പേരുണ്ട് എന്നുള്ളത് പോലും ഹെലൻ ആ സമയത്ത് അറിയുമായിരുന്നില്ല. അപ്പോൾ ആനി സുലൈവൻ എന്താണോ കയ്യിൽ ടാപ്പ് ചെയ്യുന്നത് അത് അതേപോലെ തിരിച്ച് ഹെലനും ടാപ്പ് ചെയ്യും. പക്ഷെ ഹെലൻ അത് ഇന്ന വസ്തുവാണ് എന്ന് അറിഞ്ഞിട്ടായിരുന്നില്ല ടാപ്പ് ചെയ്യുന്നത്. സോ അങ്ങനെ കുറെ ആലോചിച്ചിട്ട് ആനി സുലൈവൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ആനി സുലൈവന് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ഇപ്പൊ വീട്ടിൽ അമ്മ, അച്ഛൻ, അതേപോലെ അവരുടെ വീട്ടിലുള്ള ഹൗസ് മെയ്ഡ് എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഹെലൻ തീരെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നത് എന്ന് കരുതിയിട്ട് അവരുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു ക്വാർട്ടേഴ്സ് പോലുള്ള ഒരു സ്ഥലത്തിലേക്ക് ആനി സുലൈവനും ഹെലനും ഇവർ രണ്ടുപേരും മാത്രം മാറി താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പുതിയൊരു അറ്റ്മോസ്ഫിയറിലോട്ട് ഹെലന് വന്നതും ഹെലൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോയി. എന്താ ചെയ്യേണ്ടത് എന്ന് അറിയണില്ല. അതുവരെ തന്റെ അമ്മ മാത്രമാണ് തന്നെ ടച്ച് ചെയ്തുകൊണ്ടിരുന്നത്, അമ്മയില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഹെലനെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ആനി സുലൈവൻ ഒരു പൈപ്പ് വാട്ടറിന്റെ താഴോട്ട് കൊണ്ടുപോയി. എന്നിട്ട് അവരുടെ കയ്യിൽ, ഹെലന്റെ കയ്യിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഭയങ്കര തണുത്ത വെള്ളമാണല്ലോ, അപ്പൊ വെള്ളം ഹെലന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ വെള്ളം ഹെലൻ ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആനി സുലൈവൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്പോ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് അത് കാണിച്ചു കൊടുത്തു. WATER, അങ്ങനെ ആ ലെറ്റർ കാണിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ കയ്യിൽ ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഹെലന് മനസ്സിലായത്, ഓ ഇതാണ് വെള്ളം, ഇതിന്റെ പേരാണ് വെള്ളം എന്നുള്ളത് ഹെലൻ അപ്പോഴാണ് മനസ്സിലായത്. ഇതിനെ കുറിച്ച് ഹെലന്റെ ആത്മകഥയായ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്, ആ സമയത്താണ് ഹെലന് മനസ്സിലായത് എവ്രിതിങ് ഇൻ ദ വേൾഡ് ഹാസ് എ നെയിം, ഈ ഭൂമിയിലുള്ള എല്ലാ സാധനങ്ങൾക്കും ഒരു പേരുണ്ട് എന്ന് ഹെലന് മനസ്സിലായത് ആ ഒരു സമയത്തായിരുന്നു. അങ്ങനെ പിന്നെ അതിനുശേഷം ആ ഒരു ദിവസം തന്നെ, അതായത് ആ വെള്ളം എന്ന് മനസ്സിലാക്കിയ ആ ദിവസം തന്നെ ഹെലൻ ആ ഒരു ദിവസം രാത്രി ആകുമ്പോൾ തന്നെ ഏകദേശം 30ഓളം വാക്കുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം 1000 വേർഡ്സ് ഹെലൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ കുട്ടി ഭയങ്കര ബ്രൈറ്റ് ആണ് എന്ന് അറിഞ്ഞിരുന്ന ആനി സുലൈവൻ എന്താ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ, നേരെ പാർക്കിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ബ്ലൈൻഡിൽ പോയിട്ട് ഹെലൻ ഒരു അഡ്മിഷൻ എടുത്തു. ഹെലന്റെ കൂടെ തന്നെ ആനി സുലൈവനും അവിടെ ഇരുന്ന് ഹെലന് എല്ലാ വേർഡ്സും എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഹെലൻ ഭയങ്കര ഏഗറായിരുന്നു. തന്റെ ഭൂമി എങ്ങനെയാണെന്ന് അറിയാനും, ഭൂമിയുടെ പുറത്ത് എന്താണെന്ന് അറിയാനും, യൂണിവേഴ്സ് എന്താണെന്ന് അറിയാനും, തന്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് മഴ പെയ്യുന്നത്, ഇങ്ങനെ ഓരോരോ കാര്യങ്ങളെ കുറിച്ചും അറിയാൻ ഹെലൻ ഭയങ്കര ഏഗറായിരുന്നു. ആനി സുലൈവനും അതിനനുസരിച്ച് ഒരു ബെസ്റ്റ് ടീച്ചർ എങ്ങനെയാണോ ആ കുട്ടിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, അതേപോലെ തന്നെ തന്റെ കഴിവിന് പരമാവധി ആനി സുലൈവനും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും നേരെ പിന്നീട് ഹെലൻ എത്തിയത് റാഡ്ക്ലിഫ് കോളേജിലേക്കായിരുന്നു. ആദ്യമായിട്ട് ഡെഫ് ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കുട്ടി അവിടെ നിന്നും പാസ്സാവുന്നത് ഹെലൻ കെല്ലർ ആയിരുന്നു. തന്റെ 16ാമത്തെ വയസ്സിലാണ് റാഡ്ക്ലിഫ് കോളേജിൽ ഹെലൻ കെല്ലർ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ഗ്രാജുവേറ്റഡ് ആയതിന് ഇടയിലാണ് ഹെലൻ കെല്ലർ തന്റെ ഓട്ടോബയോഗ്രഫി ആയ ആ ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത്. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്നാണ് ബുക്കിന്റെ പേര്. അപ്പൊ ഇത് ഈ ബുക്കിലാകെ 3 സെക്ഷൻ ആയിട്ടാണ് കാര്യങ്ങൾ വരുന്നത് കേട്ടോ. ആദ്യത്തെ സെക്ഷനിൽ തന്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ചാണ് ഹെലൻ പറയുന്നത്. അതിനുശേഷം അവരും ആനി സുലൈവനും തമ്മിൽ സംസാരിക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ടായിരുന്ന ലെറ്റേഴ്സും പിന്നെ ഹെലന്റെ തന്നെ കുറച്ച് സ്പീച്ചസും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അതിനുശേഷം ഇതെല്ലാം മനസ്സിലാക്കി ഹെലൻ ഓക്കെ തനിക്ക് എല്ലാ കഴിവുമുണ്ട് എന്ന് മനസ്സിലാക്കി മിണ്ടാതിരിക്കുകയല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പഠിക്കാൻ വേണ്ടി ഒരു ലാംഗ്വേജ് ഉണ്ട്, ബ്രെയിലി ലാംഗ്വേജ് എന്നാണ് പറയാ. ബ്രെയിലി ലാംഗ്വേജ് കണ്ടുപിടിച്ചതും ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ലൂയിസ് ബ്രെയിലി എന്നാണ് പേര്. സോ ബ്രെയിലി ലാംഗ്വേജ് വെച്ച് ഏകദേശം 4 ലാംഗ്വേജസ് ഹെലൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ 4 ലാംഗ്വേജസിലൂടെയും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഹെലൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ലോകത്തിനോട് അത് അറിയിക്കാനായിട്ട് ഹെലൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല തന്നെ പോലെ ഡിസബിലിറ്റീസ് ഉള്ളവർക്കും വുമൻസ് റൈറ്റ്സിനും വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഹെലൻ ചെയ്തിട്ടുണ്ട്. ഈ ലോകം മുഴുവനും ഹെലൻ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ സ്പീച്ചസ് നടത്തുമ്പോഴും ഓരോരോ കാര്യങ്ങൾ നടത്തുമ്പോഴും ഹെലന് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു പൈസയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് ആ പൈസയും ഹെലൻ അങ്ങനെ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നു ഹെലൻ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഹെലൻ ഇതാവുന്ന സമയത്ത് തന്നെ അവിടെ അമേരിക്കയിൽ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. ആ ഓർഗനൈസേഷൻ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളും ഹെലൻ തന്നെയാണ്. ഹെലന്റെ ഇതല്ലാതെ മേജർ ആയിട്ടുള്ള ബുക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ദ വേൾഡ് ഐ ലിവ് ഇൻ എന്ന ബുക്കും അതേപോലെ ഔട്ട് ഓഫ് ദ ഡാർക്ക്, ഇത് രണ്ടുമാണ് ഹെലന്റെ മേജർ ബുക്സ് ആയിട്ടുള്ളത്. ഹെലന്റെ കഥ പറയുന്നത് നമ്മളിപ്പോ ഒരു യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഹെലന്റെ ഡോക്യുമെന്ററീസും ഹെലന്റെ കഥ പറയുന്നതുമായ ഒരു 100ഓളം വീഡിയോസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്
ഇമ്പോർട്ടന്റ് ആയിട്ട് ഹെലന്റെ കഥ പറയുന്ന ഒരു മൂവി ഉണ്ട്, ദ മിറാക്കിൾ വർക്കർ എന്നാണ് ആ മൂവിയുടെ പേര്. അപ്പൊ ഇതിനെക്കുറിച്ച് ദ ടൈംസ് ഓഫ് ഇന്ത്യ ഒരു ഡോക്യുമെന്ററി ചെയ്തിരുന്നു. അപ്പൊ ഡോക്യുമെന്ററിയിൽ ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു ലേഡി പറയുന്നത്, ആക്ച്വലി നമ്മൾ ഹെലന്റേതായിട്ടുള്ള ഡോക്യുമെന്ററീസ് ഒന്നും കാണണ്ട, ഹെലൻ എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഹെലന്റേതായിട്ടുള്ള ഡോക്യുമെന്ററീസ് ഒന്നും നമ്മൾ കാണരുതെന്നാണ് പറയുന്നത്. ബിക്കോസ് ആ ഡോക്യുമെന്ററീസ് എടുത്ത് എല്ലാവരും കാണാൻ പറ്റുന്നവരും കേൾക്കാൻ പറ്റുന്നവരും സംസാരിക്കാൻ പറ്റുന്നവരുമാണ്. അവർ അവരുടേതായ രീതിയിലാണ് ആ ഡോക്യുമെന്ററീസ് എല്ലാം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഹെലനെ കുറിച്ച് അറിയണമെങ്കിൽ ഹെലന്റേതായിട്ടുള്ള ആർട്ടിക്കിൾസ് വായിക്കുക, ഹെലന്റേതായിട്ടുള്ള ബുക്സ് വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഹെലൻ എന്നുള്ള വ്യക്തി എത്ര പ്രഗത്ഭശാലിയായിട്ടുള്ള, എത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് അതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ആക്ച്വലി അത് ശരിയാണ്. നമുക്ക് ഹെലന്റെ ഈ ഒരു ബുക്ക് ഞാൻ വായിച്ചിട്ട് ആദ്യത്തെ കുറച്ച് പേജസ് ആക്ച്വലി ഞാൻ വായിച്ചിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഒരാൾ എഴുതിയ ബുക്കാണെന്ന് നമുക്കത് ഫീൽ ചെയ്യേയില്ല. ഹെലന്റെ ആ ഒരു റൈറ്റിംഗ് ലാംഗ്വേജ് ആണെങ്കിലും അതേപോലെ തന്നെ ആ വേർഡ്സിനുള്ള ഒരു പ്രൊഫിഷ്യൻസി ആണെങ്കിലും എല്ലാം ഭയങ്കര ഓസമാണ്. അപ്പൊ നമുക്ക് ഹെലന്റെ ഇതിൽ നിന്നും എന്തുകൊണ്ടാണ് ഈ ലോകത്ത് ഇത്രയും വ്യക്തികൾ ഉണ്ടായിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ഹെലനെ കുറിച്ച് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഇത്രയും നമ്മളൊക്കെയാണ് ഇപ്പൊ ഡെഫ് അല്ലെങ്കിൽ ബ്ലൈൻഡ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഭയങ്കര ഡെസ്പായി പോവുക ചെയ്യുക, നമ്മളെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് തോന്നുക ചെയ്യുക. പക്ഷെ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഇതുണ്ട്, നമുക്ക് പെർസീവ് ചെയ്യാനുണ്ട്, നമുക്ക് എല്ലാം പഠിക്കാനുള്ള ഒരു ഏഗർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഈ ലോകത്ത് നമ്മുടേതായിട്ടുള്ള പരിമിതികൾ കാരണം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല. എല്ലാ കാര്യങ്ങളും ബാക്കി എല്ലാ എബിലിറ്റീസും ഉള്ളവർ എങ്ങനെയാണോ അച്ചീവ് ചെയ്യുന്നത് അതേപോലെ തന്നെ എബിലിറ്റീസ് ഇല്ലാത്തവർക്കും ഇതെല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഇതായിരുന്നു ഹെലന്റെ ഏറ്റവും വലിയൊരു ഇതായിട്ട് ഹെലൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. ഹെലന്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു കോട്ട് എന്ന് പറയുന്നത്, ദ ഓൺലി തിങ് വേഴ്സ് ദാൻ ബീങ് ബ്ലൈൻഡ് ഈസ് ഹാവിങ് സൈറ്റ് ബട്ട് നോ വിഷൻ. നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമുക്കൊരു വിഷൻ ഇല്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ ബ്ലൈൻഡ്നെസ് എന്നാണ് ഹെലൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് എക്സാമ്പിൾ ആക്കി എടുക്കാൻ പറ്റിയ, മാതൃകയാക്കി എടുക്കാൻ പറ്റിയ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും 19th സെഞ്ചുറിയിൽ ഉള്ള ഒരു വ്യക്തിയെ കുറിച്ച് ഇപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹെലന്റെ ഓട്ടോബയോഗ്രഫിയിലാണെങ്കിലും അതല്ലാതെ ഒരു ഡസനോളം ബുക്കുകൾ ഹെലൻ എഴുതിയിട്ടുണ്ട്. ആ ബുക്കിൽ എല്ലാത്തിലും തന്നെ ഹെലനെ കുറിച്ച് വൃത്തിയായി പറയുന്നുണ്ട്. ഹെലൻ തന്റെ 88ാമത്തെ വയസ്സിൽ ആണ് മരിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഹെലനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഹെലനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ് ലേഡി ഐ തിങ്ക്, ആൻഡ് ഷുവർലി ഷീസ് എ സെലിബ്രിറ്റി ഐക്കൺ. താങ്ക് യു. നന്നായിട്ട് എടുത്തോട്ടെ അല്ലേ? താങ്ക് യു മാം. പഠന വൈകല്യങ്ങളെ കുറിച്ചിട്ടാണല്ലോ നെക്സ്റ്റ്. അല്ലേ? ആരാണത്? ഐശ്വര്യ ഇല്ല. ഷെമി റെഡിയാണോ? പ്രസന്റ് ചെയ്തോടാം. ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ഞാൻ പറയാൻ പോകുന്നത് ലേണിംഗ് ഡിസബിലിറ്റി അഥവാ പഠന വൈകല്യത്തെ കുറിച്ചാണ്. പഠന വൈകല്യം എന്ന് പറയുന്നത് പഠനവുമായി ബന്ധപ്പെട്ട പ്രക്രിയകളെ ബാധിക്കുന്ന തരത്തിൽ തലച്ചോറിന്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ന്യൂറോ ബയോളജിക്കൽ ഘടകങ്ങൾ മൂലമാണ് പഠന വൈകല്യങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ശാരീരിക, മാനസിക, വൈകാരിക, പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും കാരണമല്ലാതെ കുട്ടിക്ക് പഠനപരമായി മികവ് കാണിക്കാനുള്ള ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുമ്പോൾ അത് പഠന വൈകല്യത്തിന്റെ ലക്ഷണമായി നമുക്ക് കണക്കാക്കാം. ഇത് പ്രധാനമായും കാണുന്നത് വായനാ വൈകല്യത്തെ പറയുന്നത് ഡിസ്ലെക്സിയ, രചനാപരം എഴുതാനുള്ള ബുദ്ധിമുട്ടുകളെ പറയുന്നത് വൈകല്യങ്ങളെ പറയുന്നത് ഡിസ്ഗ്രാഫിയ, പിന്നെ ഗണിതപരമായ വൈകല്യത്തെ പറയുന്നത് ഡിസ്കാൽക്കുലിയ, പിന്നെ ഡിസ്പ്രാക്സിയ, ADHD അങ്ങനെ വൈകല്യങ്ങളാണ് ഇതിൽ കാണുന്നത്. ഇതിൽ എഴുതാനുള്ള പ്രയാസങ്ങൾ എന്ന് പറയുന്നത് അക്ഷരങ്ങൾ മാറിപ്പോവുക. അത് എക്സാമ്പിൾ എന്ന് പറയാം, B എന്ന് എഴുതുന്നതിന് പകരം D എന്ന് എഴുതുക, പിന്നെ M എഴുതുമ്പോൾ W, അങ്ങനെ അക്ഷരങ്ങൾ മാറിപ്പോവുക. പിന്നെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വാക്കുകൾ വായിക്കാനുള്ള പ്രയാസം, പിന്നെ അക്ഷരങ്ങൾ പെറുക്കിയുള്ള വായന, പിന്നെ ശ്രദ്ധക്കുറവ്, ഓർമ്മക്കുറവ്, പിന്നെ എഴുത്തിനോടും വായനയോടുമുള്ള വിമുഖത, പിന്നെ തുടരെയുള്ള അക്ഷരപ്പിഴവുകള്, പിന്നെ വാക്കുകൾ തമ്മിൽ എഴുതുമ്പോൾ അകലം അറിയാതിരിക്കുക, പിന്നെ വേഗത്തിൽ എഴുതാനുള്ള പ്രയാസം, പിന്നെ ഒരു വാക്കുകൾ തന്നെ പല രീതിയിൽ എഴുതുക, പിന്നെ ഇടത് വലത് ചെറുത് വലുത് അങ്ങനെ സമയം ആകൃതി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള അറിവുകുറവുകള്. പിന്നെ ഇവ നമുക്ക് നേരത്തെ മനസ്സിലാക്കാനാണെങ്കിൽ പ്രീ സ്കൂൾ മുതൽ നമുക്കിത് കണ്ടെത്താൻ കഴിയും. എത്രയും നേരത്തെ കണ്ടെത്തി അതിനുള്ള പരിഹാരങ്ങൾ
ചെയ്യുക എന്നതാണ്. ചെയ്യുമ്പോഴാണ് ഇതിന് കൂടുതൽ പഠന നിലവാരത്തെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നത്. പിന്നെ നമുക്ക് നേരത്തെ തിരിച്ചറിയാനായിട്ട് കഴിയുന്നത് സംസാരം വൈകുക, പിന്നെ വാക്കുകളിൽ ഉച്ചാരണ പിശക്, പിന്നെ അക്ഷരം, നിറം, അക്കം ഇതൊന്നും മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ അവരുടെ ദിനചര്യകളും നിർദ്ദേശങ്ങളും അതൊന്നും പിന്തുടരാനായിട്ട് ബുദ്ധിമുട്ട്, ആ കത്രിക പിടിക്കാനുള്ള ബുദ്ധിമുട്ട്, പെൻസില്, ഷൂ ലേസ് കെട്ടാനൊക്കെയുള്ള പ്രയാസം. ഇതൊക്കെ നമ്മൾ കുട്ടികളിൽ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുകയാണെങ്കിൽ അവർക്ക് മുതിർന്നവരായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ ആത്മനിയന്ത്രണക്കുറവുകൾ, പിന്നെ മറ്റുള്ള സാമൂഹികമായി ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്ക് എങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനുള്ള ഒരു പ്രയാസം, അതൊക്കെയും അവർക്ക് കുറയ്ക്കാനും അതൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടെത്തി ചികിത്സിക്കുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നമുക്കത് പരിഹരിക്കാവുന്നതാണ്. പിന്നെ പഠന പ്രയാസമുള്ള കുട്ടികളെ എങ്ങനെ ശാസ്ത്രീയമായിട്ട് സഹായിക്കാന്ന് പറയുകയാണെങ്കിൽ അതിന്റെ കാരണങ്ങൾ മെയിനായിട്ട് കണ്ടുപിടിക്കുക. ചില കുട്ടികൾക്ക് ബുദ്ധിപരമായ കഴിവുകൾ, എന്തൊക്കെയാണ് അവരുടെ കഴിവുകൾ എന്ന് നമ്മൾ കണ്ടെത്തുക, ശ്രദ്ധയ്ക്ക് കുറവുണ്ടോ എന്ന് പരിശോധിക്കുക, പിന്നെ അവരുടെ അടിസ്ഥാന വിവരങ്ങൾ അവർക്ക് അറിയോ എന്നറിയുക എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അവരുടെ അസസ്മെന്റ് ടെസ്റ്റ് എന്നാണ് അതിനെ പറയുക. പിന്നെ അവരുടെ പഠന നിലവാരം, പിന്നെ കൊഗ്നിറ്റീവ് അസസ്മെന്റ്, അതായത് മോട്ടോർ, അവരുടെ കഴിവുകൾ, അവരുടെ എബിലിറ്റീസ് എന്തൊക്കെയാണ് നമ്മൾ കണ്ടെത്തുക. പിന്നെ ഇത് ശാസ്ത്രീയമായി പരിഹരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ശ്രദ്ധയ്ക്കുള്ള ട്രെയിനിങ് കൊടുക്കുക, അവരുടെ കഴിവുകൾ, സാമൂഹിക കഴിവുകൾ കൂട്ടുക. പിന്നെ ഇതിന് റെമഡിയൽ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിനിങ് ഉണ്ട് അവർക്ക്, അവരുടെ ഗ്രേഡ് ലെവൽ അനുസരിച്ച് അവരുടെ സ്കിൽ ട്രെയിനിങ് ചെയ്യാനായിട്ട് ഒരു ട്രെയിനിങ് ഉണ്ട്. പിന്നെ ബ്രെയിൻ ജിം ആക്ടിവിറ്റീസുകൾ ഉണ്ട്. പിന്നെ ഫൈൻ മോട്ടോർ സ്കില്ല് ട്രെയിനിങ്. അങ്ങനെ ഒരു കുട്ടിക്ക് ഒരു ട്രെയിനർ എന്ന തരത്തിൽ അവരെ ഇൻഡിവിജ്വലായിട്ട് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ നല്ല മാറ്റം കാണാനായിട്ട് കഴിയും. പിന്നെ അങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് ആത്മവിശ്വാസം കൊടുക്കുക. അവരെ അങ്ങനെ ആത്മവിശ്വാസം കെടുത്തുന്ന രീതിയിൽ അവരെ പഠിപ്പിക്കാതിരിക്കുക. പിന്നെ കൂടുതൽ കുട്ടികൾ ഒരുമിച്ച് പഠിപ്പിക്കാതിരിക്കുക. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന നിലയിൽ അവരെ പഠിപ്പിക്കുക. പിന്നെ കുട്ടിയുടെ വ്യക്തിത്വത്തെ പരിഗണിച്ചുള്ള പഠന രീതി പിന്തുടരുക. പിന്നെ മെമ്മറി, അവരുടെ ശ്രദ്ധ, മറ്റു കോഗ്നിറ്റീവ് കഴിവുകൾ ഉയർത്തിക്കൊണ്ടുവരിക. എളുപ്പത്തിൽ പഠിക്കാനുള്ള ട്രിക്സ് ഉപയോഗിക്കുക. പിന്നെ അവർക്ക് കൺസെപ്റ്റ് പഠിക്കാനായിട്ട് അധികം സമയം കൊടുക്കുക. പിന്നെ പഠിപ്പിക്കുമ്പോഴായിട്ട് അവരുടെ പഠന മുറിയിൽ അവർക്ക് പ്രത്യേകം ഒരു ഏരിയ അവർക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ആ ഏരിയ നല്ലതായിരിക്കുക. പിന്നെ ഇരിക്കുന്നതും അങ്ങനെ ബോഡി പോസ്റ്റിങ് ശ്രദ്ധിക്കുക, സിറ്റിംഗ് പൊസിഷനൊക്കെയും ശ്രദ്ധിക്കുക. പിന്നെ റൂമിൽ നല്ല ലൈറ്റിംഗ് സിസ്റ്റം സെറ്റ് ചെയ്യാം. പിന്നെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്ന ഒരു തരത്തിലും അവരെ ഇരുത്താതിരിക്കുക. പിന്നെ ഡെയിലി റൂട്ടീൻ ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികളായിട്ട് കൂടുതൽ ഇൻവോൾവ് ചെയ്യുക, ഫാമിലി ആയിട്ട് ഇൻവോൾവ് ചെയ്യുക. പിന്നെ പാരൻസ് കുട്ടികളുടെ മുന്നിൽ വഴക്കിടാതിരിക്കുക. പിന്നെ പാരൻസിന്റെ ആങ്സൈറ്റി മാറ്റിയിട്ട് കുട്ടികളെ പരമാവധി എല്ലാ കാര്യങ്ങളിലും എൻജോയ് ചെയ്യിച്ച് അവരായിട്ട് പഠിപ്പിക്കുക. പിന്നെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ അന്നന്നത്തെ ടോപ്പിക്കുകൾ ആദ്യം പഠിപ്പിക്കുക. റിവിഷനിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിപ്പിക്കുക. പിന്നെ പ്രൊജക്റ്റ്, അസൈൻമെന്റ് അങ്ങനത്തെയുള്ള എഴുതുന്ന കാര്യങ്ങളൊക്കെയും ഉറങ്ങാൻ നേരത്ത് അവരെ അതിനായിട്ട് സമയം മാറ്റി വയ്ക്കുക. പിന്നെ ഫൈൻ മോട്ടോർ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ അവർക്ക് അറ്റൻഷൻ കൊടുക്കാനായിട്ടാണ് ഈ ഫൈൻ മോട്ടോർ സ്കില്ല്, ഗ്രോസ് മോട്ടോർ സ്കില്ല് അതുകളൊക്കെയും അവർക്ക് എക്സസൈസ് കൊടുക്കുക. അതായത് ക്ലേ മോഡല്, പിന്നെ 3 വിരൽ യൂസ് ചെയ്തിട്ട് ക്ലേ പ്രസ് ചെയ്യുക. പിന്നെ കട്ടിങ് ആക്ടിവിറ്റീസ്, പിന്നെ ചരടിൽ മുത്ത് കോർക്കുന്നത്, പിന്നെ ഷൂ ലേസ് യൂസ് ചെയ്തിട്ട് അവരെ പ്രാക്ടീസ് ചെയ്യിക്കല്. പിന്നെ ഓരോ ക്ലിപ്പുകൾ ഉപയോഗിച്ചിട്ട് അവർക്ക് പിൻ ചെയ്തിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഉള്ള കളികൾ, അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങനെ കിട്ടും. പിന്നെ ഗ്രോസ് മോട്ടോർ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് മണലിൽ കുട്ടികളെ എഴുതിപ്പിക്കുക. പിന്നെ അതുമായിട്ട് മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിംസുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അത് നന്നായിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും. അതാണ് ഇത്. ഇനിയും കൂടുതലായിട്ട് ഇതിനുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഒരു കൺക്ലൂഷനായിട്ട് ഞാൻ കണ്ടെത്തിയത്. താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ, അപ്പോ നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികള് ഡിഫറെന്റ് എബിലിറ്റിയിലും നോളജിലുള്ള കുട്ടികളായിരിക്കാം. എല്ലാവർക്കും ഒരേപോലെയുള്ള പഠന കഴിവും കാര്യങ്ങളും എല്ലാ കാര്യത്തിലും എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല. ദേ ആർ ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. സോ
നമ്മൾ അവരത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ട്രീറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോ എല്ലാ കുട്ടികളും ഏറ്റവും ഡിഫറെന്റ് ആണ്. സോ ആ രീതിയിൽ വേണം നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട്. അപ്പോ നമ്മളെല്ലാവരും നിങ്ങളുടെ മുമ്പിൽ വരുന്ന എല്ലാ കുട്ടികളെ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള എബിലിറ്റീസിലുള്ള കുട്ടികളായിരിക്കും. അപ്പൊ അവരുടെ ഓരോ കഴിവിനനുസരിച്ച് നമ്മൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കാം. ചിലപ്പോൾ ഒരു പ്രാവശ്യം ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവായിരിക്കും, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പറഞ്ഞു കൊടുത്താലായിരിക്കും മനസ്സിലാവുന്നത്. നമ്മളുടെ നീഡ് ആർക്കാണ് കൂടുതൽ വേണ്ടത് അവരെ കുറച്ചുകൂടി കൺസിഡർ ചെയ്ത് അവരെ കുറച്ചുകൂടി ബിൽഡ് ചെയ്തെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ചെയ്യോ? Then സ്റ്റീഫൻ ഹോക്കിൻസിനെ കുറിച്ചിട്ട് ആരാണ്? സ്വപ്നയാണോ? അതെ മിസ്സേ. സ്റ്റീഫൻ ഹോക്കിൻസ്. ഓക്കെ സ്വപ്ന, ഞാൻ പറയട്ടെ? പറഞ്ഞോടാ. Good afternoon, all of you. Stephen Hawking was a renowned British theoretical physicist and cosmologist who revolutionized understanding of black holes and the universe's organ, despite living most of his life with ALS. പ്രശസ്തനായ ഒരു ബ്രിട്ടീഷ് സൈദ്ധാന്തിക ഭൗതികശാസ്ത്രജ്ഞനും പ്രപഞ്ചശാസ്ത്രജ്ഞനുമായിരുന്നു സ്റ്റീഫൻ ഹോക്കിൻസ്. തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും ഹോക്കിംഗ് റേഡിയേഷൻ എന്ന സിദ്ധാന്തവും പ്രപഞ്ചത്തിന്റെ ഉത്പത്തിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളും ശാസ്ത്രലോകത്ത് വിപ്ലവകരമായിരുന്നു. A Cambridge professor. He was a Cambridge professor. He authored the bestseller A Brief History of Time and pioneered a Hawking radiation. A Brief History of Time എന്ന പുസ്തകം അദ്ദേഹത്തെ ലോകപ്രശസ്തനാക്കി. അദ്ദേഹത്തിന് ALS എന്ന് പറയുന്ന രോഗമായിരുന്നു. അത് മോട്ടോ ന്യൂറോൺ രോഗം, ചലനശേഷി നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ്. അത് നാഡീ സംബന്ധമായ ഒരു രോഗമാണ്. അദ്ദേഹത്തിന്റെ at the age 21 he was diagnosed with ALS, amyotrophic lateral sclerosis എന്ന രോഗം, അതായത് ALS, ആൻഡ് ഗിവൻ only few years to live. ഡോക്ടർമാരെ നിർദ്ദേശിച്ചത് കുറച്ച് വർഷങ്ങൾ അദ്ദേഹം ജീവിക്കോളെന്നാണ്. ഏജ് 21 വയസ്സിലാണ് അദ്ദേഹത്തിന് ഈ രോഗം കണ്ടു തുടങ്ങിയത്. ഏർലി ലൈഫ് ആൻഡ് എഡ്യൂക്കേഷൻ, അദ്ദേഹത്തിന്റെ ലൈഫും എഡ്യൂക്കേഷനും. അദ്ദേഹം ജനിച്ചത് ജനുവരി 8, 1948 ഓക്സ്ഫോർഡ്, ഇംഗ്ലണ്ടിലായിരുന്നു. ഫാമിലി, അദ്ദേഹത്തിന്റെ അച്ഛൻ സൺ ഓഫ് ഡോക്ടർ ഫ്രാങ്ക് ഹോക്കിംഗ്, എ മെഡിക്കൽ റിസർച്ചർ, ആൻഡ് ഇസബൽ ഹോക്കിംഗ്. ഹി ഹാഡ് എ ഹാപ്പി ചൈൽഡ്ഹുഡ് ഇൻ ഹൈഗേറ്റ് ആൻഡ് സെന്റ് ആൽബൻസ്. അദ്ദേഹം ഡോക്ടർ ഫ്രാങ്ക് ഹോക്കിങ്ങിന്റെയും മെഡിക്കൽ റിസർച്ചറായ ഡോക്ടർ ഫ്രാങ്ക് ഹോക്കിങ്ങിന്റെയും ഇസബൽ ഹോക്കിങ്ങിന്റെയും മകനായിരുന്നു. അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു. ഹൈഗേറ്റിലും സെന്റ് ആൽബർട്ട് സ്കൂളിലും ഒക്കെ അദ്ദേഹം നല്ല സന്തോഷവാനായിട്ടാണ് ജീവിച്ചത്. അബൌട്ട് എഡ്യൂക്കേഷൻ, studied physics at University College, Oxford, despite his father's wish for him to study medicine. അദ്ദേഹം ഫിസിക്സ് എടുത്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഫിസിക്സ് എടുത്താണ് പഠിച്ചത്. അദ്ദേഹത്തിന്റെ ഫാദറിന്റെ ആഗ്രഹം ഒരു മെഡിസിന് അദ്ദേഹത്തെ വിടണമെന്നായിരുന്നു. ഹി ഗെയിൻഡ് PhD ഇൻ കോസ്മോളജി ആൻഡ് ട്രിനിറ്റി ഹോൾ, കേംബ്രിഡ്ജ്. അത് കഴിഞ്ഞ് അദ്ദേഹം അവിടുത്തെ പഠിത്തം കഴിഞ്ഞ് PhD എടുത്ത് കോസ്മോളജി PhD എടുത്ത് ട്രിനിറ്റി കോളേജ് കേംബ്രിഡ്ജിൽ നിന്ന് PhD എടുക്കുകയുണ്ടായി. സയന്റിഫിക് കോൺട്രിബ്യൂഷൻ ആൻഡ് കരിയർ. ഒന്ന്, ബ്ലാക്ക് ഹോൾസ് റേഡിയേഷൻ proved that space-time singularities could exist, and in 1974 discovered that black holes emit radiation, now known as Hawking radiation. തമോഗർത്തങ്ങൾ പൂർണ്ണമായും കറുത്തതല്ലെന്നും അവയിൽ നിന്നും വികിരണം പുറപ്പെടുന്നുവെന്നും അദ്ദേഹം കണ്ടെത്തി. രണ്ടാമത്, കോസ്മോളജി, സ്പെഷ്യലൈസ്ഡ് ഇൻ ജനറൽ റിലേറ്റിവിറ്റി ആൻഡ് ക്വാണ്ടം ഗ്രാവിറ്റി, contributing to the understanding of the Big Bang and the origins of the universe. അദ്ദേഹം ബിഗ് ബാങ് തിയറി ഡിസ്കവർ ചെയ്തു. മൂന്നാമത്തത്, അക്കാഡമിക് പൊസിഷൻസ്. He was the professor of mathematics at Cambridge University for 30 years. അദ്ദേഹം 30 വർഷമായിട്ട് അക്കാഡമിക് പൊസിഷനിൽ ഉണ്ടായിരുന്നു. A chair was held by Isaac Newton. Life with a disability. Despite the disease causing near total paralysis, he continued his work for 50 years using an electric wheelchair and a voice output communication system. അദ്ദേഹം 50 വർഷം ജോലി ചെയ്യുകയുണ്ടായി. ഡോക്ടർമാർ നിർദ്ദേശിച്ചത് കുറച്ച് വർഷങ്ങൾ മാത്രമേ അദ്ദേഹം ജീവിച്ചിരിക്കൂ എന്നാണ്. പക്ഷെങ്കിൽ അദ്ദേഹം 50 വർഷങ്ങൾ ജോലി ചെയ്യുകയുണ്ടായി. അദ്ദേഹം ഹി മാരീഡ് ജെയിൻ
built in 1965, with whom he had 3 children, later marrying എലൈൻ മാസൺ. അദ്ദേഹം കല്യാണം കഴിച്ച ജെയിൻ വിൽഡിനെയാണ് 1965 അദ്ദേഹത്തിന് അതിൽ 3 കുട്ടികളുണ്ട്. അത് കഴിഞ്ഞ് 30 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അവരെ ഡിവോഴ്സ് ചെയ്ത് എലൈൻ മേസണിനെ വിവാഹം കഴിച്ചു. അവാർഡ്സ്. ലൊക്കേഷൻ പോർഷൻ ഓഫ് മാത്തമാറ്റിക്സ് സക്സസർ ഐസക് ന്യൂട്ടൺ ചെയർ 1979 ലഭിച്ചു. രണ്ടാമത്തെ വൂഫ് പ്രൈസ് ഇൻ ഫിസിക്സിൽ ഒരു വൂഫ് പ്രൈസ് ലഭിക്കുകയുണ്ടായി. വർക്ക് ഇൻ ബ്ലാക്ക് ഹോൾസ് ആൻഡ് കോസ്മോളജി, തമോഗർത്തങ്ങളെ കുറിച്ചുള്ള പഠനത്തില്. മൂന്നാമത് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം, ഹയസ്റ്റ് സിവിലിയൻ ഓണർ ബഹുമതി കിട്ടി. നാലാമത് സ്പെഷ്യൽ ബ്രേക്ക് ത്രൂ പ്രൈസസ്, ഫണ്ടമെന്റൽ ഫിസിക്സ്, ഡിസ്കവറി ഓഫ് ഹോക്കിംഗ് റേഡിയേഷന് അദ്ദേഹത്തിന് ആ ഒരു ഫണ്ടമെന്റൽ ഫിസിക്സ് സ്പെഷ്യൽ ബ്രേക്ക് ത്രൂ പ്രൈസ് കിട്ടി. അദ്ദേഹത്തിന്റെ ഡെത്ത് പാസ്ഡ് അവേ ഓൺ March 14, 2008 at age 76. That's all, miss. മിസ് കഴിഞ്ഞേ? കേൾക്കാം. അതായിരുന്നു എന്റെ സ്വപ്നം. ഇനി വേറെ ആരെങ്കിലും സെമിനാർ എടുക്കാനായിട്ട് ഉണ്ടോ? പ്രിപ്പയർഡ് ആയിട്ടുള്ളവര്? രേവതി, പ്രിയ പറഞ്ഞോടാ. ഭോപ്പാൽ ദുരന്തം. അതെ മിസ്, ഞാൻ ക്ലാസിന്റെ ഓഫീസിലായിരുന്നു, അതുകൊണ്ടാ. ഓക്കേടാ. റെഡിയാണോ? പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണ് പ്രിയയുടെ കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. പ്രിയ പ്രസന്റ് ചെയ്തോ ഭോപ്പാൽ. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ദാരുണമായ വ്യാവസായിക ദുരന്തമായ ഭോപ്പാൽ ദുരന്തത്തെ പറ്റിയാണ്. ഇവിടെ 1984 ഡിസംബർ 2 ഈ ഭോപ്പാൽ ദുരന്തം സംഭവിക്കുന്നത്. ഇത് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്നും അറിയപ്പെടുന്നു. ആദ്യം ഈ കമ്പനിയെ പറ്റി ഒന്ന് ഞാൻ പറയാം. യൂണിയൻ കാർബൈഡ് കോർപ്പറേഷന്റെ ഇന്ത്യൻ വിഭാഗമാണ് ഈ ദുരന്തം സംഭവിച്ച കമ്പനി, യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ്. 1917 ഈ യൂണിയൻ കാർബൈഡ് കോർപ്പറേഷൻ സ്ഥാപിതമാവുന്നത്. ഇതിന്റെ വെസ്റ്റ് വെർജീനിയയിലെ ഉൽപാദനശാലയിൽ ഏതാണ്ട് 67 തവണ മിഥൈൽ ഐസോസൈനേറ്റ് എന്ന വാതകം ചോർന്നിട്ടുണ്ട്. ഇത് വളരെ അപകടകരമായിട്ടുള്ളൊരു വാതകമാണ്. ഇത് പലതവണയായിട്ട് ആ കമ്പനിയിൽ ഇത് ചോർന്നിട്ടുണ്ട്. അതൊരിക്കലും അവര് പുറത്തു വിട്ടിട്ടില്ല. തൊഴിലാളികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ വളരെയധികം വീഴ്ച വരുത്തിയത് മാത്രമല്ല, പലതവണ ഈ വാതകം ചോർന്നിട്ടും പൊതുജനങ്ങളെ നേരത്തെ തന്നെ അറിയിക്കാനായിട്ട് അവർ മുതിർന്നിട്ടില്ല. ഈ വാതകം മിഥൈൽ ഐസോസൈനേറ്റ് വാതകം ഇത് തന്നെയാണ് നമ്മുടെ ഭോപ്പാലിലും ചോർന്ന് വലിയ ദുരന്തത്തിന് കാരണമായത്. ഈ കമ്പനിയുടെ ഒരു 50% യൂണിയൻ കാർബൈഡ് കോർപ്പറേഷനും ബാക്കി പ്രൈവറ്റ് പാർട്ടീസും പിന്നെ ബാക്കി പബ്ലിക് സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലാണ് ഇത് നടക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഈ കമ്പനി തുടങ്ങിയതിന്റെ ഒരു വിവരണം ഞാൻ പറയാം. 1926 എവറഡി കമ്പനി ഇന്ത്യ ലിമിറ്റഡ് എന്നൊരു ബാറ്ററി നിർമ്മാണശാല സ്റ്റാർട്ട് ചെയ്തതോടെയാണ് യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് വ്യവസായ സംരംഭങ്ങൾക്ക് തുടക്കമിട്ടത്. ഇന്ത്യയിലെ ആദ്യ ഡ്രൈ സെൽ കമ്പനിയാണിത്. പിന്നീടാണ് ഇത് കീടനാശിനി നിർമ്മാണത്തിലേക്ക് കടന്നത്. ഇനി ഈ കമ്പനി നമ്മുടെ ഭോപ്പാലില് ആ പ്ലാന്റ് സ്ഥാപിക്കുന്നത് 1969 മീഥൈൽ ഐസോസൈനേറ്റ് എന്ന രാസവസ്തു ഉപയോഗിച്ച് സെവിൻ എന്ന പേരില് കാർബറിൽ എന്ന കീടനാശിനി ഉണ്ടാക്കുകയാണ് ഈ കമ്പനി ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന്റെ അസംസ്കൃത വസ്തുക്കളൊക്കെ ഇറക്കുമതി ചെയ്തിരുന്നത് അമേരിക്കയിൽ നിന്നായിരുന്നു. മുംബൈയിൽ നിന്നും ഭോപ്പാലിലേക്ക് എന്താ പറയാ പോലീസ് അകമ്പടിയോടെ ലോറികളിലാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പൊ എത്രയും വലിയൊരു അപകടകരമായ ഒരു വാതകമാണെന്ന് നമുക്കിത് മനസ്സിലാക്കാം. MIC മിഥൈൽ ഐസോസൈനേറ്റ്. ഇനി ദുരന്തം സംഭവിച്ചത് എങ്ങനെയാണെന്ന് പറയാം. ഈ വാതകം സൂക്ഷിച്ചിരുന്ന ഒരു സംഭരണിയിലേക്ക് വൻതോതിൽ വെള്ളം കയറി. അപ്പോൾ നടന്ന രാസപ്രവർത്തനം മൂലം സംഭരണിയിലെ താപനില 200 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയർന്ന് മർദ്ദം കൂടി. ഈ അമിത മർദ്ദം വരുമ്പോൾ സ്വയം തുറന്ന് അത് വാതകം പുറന്തള്ളുന്നതിനുള്ള സംവിധാനം ആ സംഭരണിയിൽ ഉണ്ടായിരുന്നു. ഈ സംവിധാനം പ്രവർത്തിച്ച് വൻതോതിൽ വിഷവാതകം പുറന്തള്ളി. രാസപ്രവർത്തനം ചെറുക്കാൻ ശേഷിയുള്ള ലോഹങ്ങൾ ഉണ്ടായിരുന്നതില്ല എന്നതാണ് ഇതിന്റെ കാരണം. വാതക കുഴലുകൾ നിർമ്മിച്ചിരുന്നത്
എന്താ പറയാ കഴിവുള്ള ലോഹങ്ങൾ ഉണ്ടായിരുന്നില്ല. അവ രാസപ്രവർത്തനത്തിൽ ദ്രവിക്കുകയും ചെയ്തു. മീഥൈൽ ഐസോസൈനേറ്റ് കൂടാതെ ഫോസ്ജീൻ, ഹൈഡ്രജൻ സയനൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് എന്നീ വിഷവാതക മിശ്രിതങ്ങളും ആ നിമിഷം തന്നെ അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്നവരെ അത് നിത്യരോഗികളുമാക്കി. അതിന്റെ പുറമെ എന്താ പറയാ വിട്ടുമാറാത്ത ചുമ, അതുപോലെ കാഴ്ച തടസ്സം, കുട്ടികളിലെ തിമിരം, ക്യാൻസർ, ക്ഷയം, തളർച്ച, വിഷാദ, പനി ഇപ്പോഴും അതിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുകയാണ്. ജനിതക വൈകല്യങ്ങളോട് കൂടിയാണ് ഓരോ കുട്ടികളും ജനിച്ചുകൊണ്ടിരിക്കുന്നത്. 1993 ഈ ദുരന്തം മൂലം രോഗികളായവർക്ക് ചികിത്സയിലിരിക്കുന്നതിനുള്ള മെഡിക്കൽ കമ്മീഷൻ നിലവിൽ വന്നു. ഇതിന്റെ വിധി വന്നത് 2010 ജൂൺ 7-നാണ്. യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് കമ്പനിയുടെ ചെയർമാൻ വാറൻ ആൻഡേഴ്സൺ അടക്കം 7 ജോലിക്കാരെ കുറ്റവാളികളായിട്ട് കോടതി പ്രഖ്യാപിച്ചു. 2 വർഷം തടവും $2000 അവർക്ക് പിഴയും ചുമത്തി. ഇന്ന് ഈ യൂണിയൻ കാർബൈഡ് കോർപ്പറേഷൻ ദി ഡൗ കെമിക്കൽ കമ്പനിയുടെ പൂർണ്ണ ഉടമസ്ഥതയിലാണ്. അതിന്റെ ഒരു ഉപസ്ഥാപനമായിട്ടാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. താങ്ക് യു മിസ്. ഭോപ്പാൽ വേറെ ആരെങ്കിലും എടുക്കാനുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. രേവതി പ്രിപ്പയർഡ് ആണോ? ഹലോ, മ്യൂട്ട് മനസ്സിലായിരുന്നു. ഞാൻ ജാസിന്റെ ഓഫീസിലായിരുന്നു. അടുത്ത ക്ലാസ്സിൽ എടുത്താൽ മതിയോ? ഓക്കെ, ഞങ്ങൾ ടോപ്പിക് ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും എടുത്തു. ഓക്കേടാ. നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിന്റെ ടോപ്പിക് എടുക്കില്ലെങ്കിൽ ക്ലാസ് മുന്നോട്ട് പോകില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ നമ്മൾ ഏകദേശം കുറച്ച് ട്രാജഡീസ് കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. ഇതെല്ലാം ഫിസിക്കൽ ഡിസബിലിറ്റീസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മളുടെ സെൻസ് ഓർഗൻസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ട്. അതേപോലെ തന്നെ നിങ്ങൾ സെൻസ് ഓർഗൻസിന്റെ ചാർട്ട് ചെയ്തോ? ചാർട്ടോ ഫ്ലാഷ് കാർഡോ ചെയ്തിട്ടുണ്ടോ? ഇല്ല മിസ്. ഓക്കെ, നമുക്ക് ഈ ഒരു ചാപ്റ്റർ ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്റർ ഇത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ അതിൽ നമ്മൾ കൂടുതൽ പറയുന്നത് സെൻസ് ഓർഗൻസിനെ കുറിച്ചിട്ടാണ് അല്ലെ. ഞാൻ നേരത്തെ ഗോപാലിന്റെ ഷെയർ ചെയ്യാനായിട്ട് നോക്കിയപ്പോ സിസ്റ്റത്തിൽ ഷെയർ ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല കേട്ടോ, സോറി കേട്ടോ. പ്രിയ മാക്സിമം നോക്കിയിട്ടുണ്ടായിരുന്നു, ഇപ്പോഴാണ് അത് ഷെയർ ചെയ്യാൻ പറ്റിയത്. അപ്പോ സെൻസ് ഓർഗൻസിനെ കുറിച്ചിട്ടാണ്. സെൻസ് ഓർഗൻസ് ചാർട്ട് ഫോർ ചിൽഡ്രൻസ് എന്നാ പറയുന്നത്. നമുക്കിതൊരു ഫ്ലാഷ് കാർഡ് ആയിട്ട് ചെയ്യാം. ഓക്കെ, കുട്ടികളെ ഫ്ലാഷ് കാർഡുകൾ കണ്ടിട്ടുണ്ടോ? ഫ്ലാഷ് കാർഡ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇങ്ങനെ കാർഡ് പോലെയൊക്കെ കണ്ടിട്ടുണ്ടോ? ഫ്ലാഷ് കാർഡ് നമ്മളിപ്പോ ആൽഫബറ്റ്സിന്റെ ഒക്കെ ഫ്ലാഷ് കാർഡ് കിട്ടില്ലേ നിങ്ങൾ കുട്ടികൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന? അതേപോലത്തെ ഫ്ലാഷ് കാർഡ് ആയിട്ടാണ് സെൻസ് ഓർഗൻസിൽ ചെയ്യേണ്ടത്. ഇപ്പൊ ഐന്നുള്ളൊരു ഇമേജ് ഫ്രണ്ടിൽ ഒരു കാർഡ് എടുക്കുക, ഒരു ചെറിയൊരു സ്ക്വയർ പോലത്തെ ഒരു കാർഡ് എടുക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഐന്നുള്ള ഇമേജ്, തൊട്ട് ബാക്കിൽ എന്താണ് ഒരു കാഴ്ച, ഒരു സീനറിയോ അല്ലെങ്കിലോ ഇപ്പൊ ലൈറ്റ് ആണ് ഇവർ കൊടുത്തിരിക്കുന്ന ലൈറ്റോ അല്ലെങ്കിൽ ഒരു ഇമേജോ കൊടുക്കാം. അടുത്തത് ഈ അടുത്ത ഫ്ലാഷ് കാർഡില് ഇയർ എന്നുള്ളത് എഴുതാം, പേര് എഴുതണം. വെച്ചാൽ നമ്മൾ ആ ഒരു സെൻസ് ഓർഗന്റെ പേര് എഴുതാം. അപ്പൊ എന്താണ് നമ്മള് ബാക്കിൽ എന്ത് ചെയ്യാം, മ്യൂസിക്കിന്റെ ഇമേജ് കൊടുക്കാം. അപ്പൊ ലിസണിങ് അല്ലെങ്കിൽ ഒരു കാര്യം ഒരാളോട് പറയുന്ന പോലെ ഒരു ഇമേജ് കൊടുക്കാം. അപ്പോൾ ലിസണിങ് ആണ്.
പിന്നെ അടുത്ത കാർഡിൽ നോസ് കൊടുക്കുക, നോസിന്റെ സ്മെല്ല് നോസിന്റെ ഇമേജ് പേസ്റ്റ് ചെയ്യാം, നോസ് എഴുതാം. എന്നിട്ട് ബാക്കിൽ എന്താണ് നമ്മൾ സ്മെല് ചെയ്യുന്നു, കുക്ക് ചെയ്തൊരു കറി അല്ലെങ്കിൽ ഒരു ഡിഷ് സ്മെല് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫ്ലവർ സ്മെല് ചെയ്യുന്നു, അങ്ങനെ. ദെൻ നമ്മൾ എന്താണ് ടേസ്റ്റ്, ടങ് അത് കൊടുക്കാം. ദെൻ ടേസ്റ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ടേസ്റ്റ് ചെയ്യുന്ന പോലെ. പിന്നെ സ്കിന്ന് ഇമേജ് കൊടുക്കാം, ടച്ച് ചെയ്യുന്ന ഒരു ഇമേജ്. അങ്ങനെ സെൻസ് ഓർഗൻസിന്റെ ഫ്ലാഷ് കാർഡ് ചെയ്യോ? മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി? നമുക്ക് അതിലൂടെ 5 സെൻസുകൾ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. അതിന്റെ ഉപകാരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടീച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ജസ്റ്റ് ഒരു മാച്ച് ദ ഫോളോയിങ് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് എല്ലാവർക്കും മനസ്സിലായോ സെൻസ് ഓർഗൻസിന്റെ ചാർട്ട്, ഫ്ലാഷ് കാർഡ് എന്ന് പറഞ്ഞപ്പോ? നിങ്ങളുടെ ഡൗട്ട്സ് ഞാൻ ചോദിക്കോ? മിസ് ഇത് ഓരോ നമ്മള് ചെയ്യാനാണോ പറയുന്നത്? ഓരോന്നും ആ വരച്ചാ മതിയല്ലേ? മതി, വരയ്ക്കാണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോ വരയ്ക്കാൻ അറിയാത്ത കുട്ടികളുണ്ടാവില്ലേ, അവർക്കാണെങ്കിൽ പേസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ മതി സെൻസ് ഓർഗൻസിന്റെ ഫ്ലാഷ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാട്ടോ. മിസ് ഒട്ടിക്കണോണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല, ഒട്ടിക്കണമെന്ന് കുഴപ്പമില്ല. ഇല്ല, നെക്സ്റ്റ് മൺഡേക്ക് ചെയ്യോ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള മൺഡേ മതിയോ? കാരണം ഇപ്പൊ എക്സാം ഒക്കെ എക്സാം അല്ലേ? അപ്പൊ പിള്ളേരൊക്കെ പഠിപ്പിക്കണം മിസ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വീക്കും കൂടി തരാണെങ്കിൽ നന്നായിരിക്കുമെങ്കിൽ ഓക്കെ. ഓക്കെ ആണോ? വെക്കേഷൻ ആവുമ്പോൾ ഞാൻ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ തരും. അപ്പൊ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ ഹെൽപ്പോട് കൂടി ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ സെൻസ് ഓർഗൻസിന്റെ ഫ്ലാഷ് കാർഡ് 2 വീക്സ് കഴിഞ്ഞിട്ട് പ്രസന്റ് ചെയ്യണം കേട്ടോ. അപ്പോ താങ്ക് യു ഓൾ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാം. താങ്ക് യു. സൈൻ ഔട്ട് ആരാ പറയുന്നേ? മിസ്സേ ഞാനാണ്. പറഞ്ഞോട് സ്വപ്ന. Thanks, Miss, for teaching us. Today's class was very nice, and we can learn something about great person like Helen Keller, Stephen Hawking, and we heard about endosulfan Bhopal tragedy also. Thank you so much, those are taken seminar, and thank you listen us patiently. And once again, I thank you. I gave a thanks to all. Thank you all. Thank you, ma'am. Thank you, Miss. Thanks, Miss.